യേശുക്രിസ്തു ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അവസാനത്തെ അത്താഴത്തിന്റെ സ്മരണയ്ക്കായി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും ആരാധനയും നടക്കും. ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീളും. കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഇന്ന് അന്ത്യ അത്താഴത്തിന്റെ പെസഹ വ്യാഴം ആചരിക്കുകയാണല്ലോ. എപ്പോഴായിരിക്കും ശുശ്രൂഷയും മറ്റാരാധനകളുമൊക്കെ നടക്കുക? ടോണി, ഞാനിപ്പോഴുള്ളത് എടപ്പള്ളി സെന്റ് തോമസ് ചർച്ചിലാണ്. ഇവിടെ പെസഹ വ്യാഴവുമായി ബന്ധപ്പെട്ട പ്രത്യേക കുർബാനയും മറ്റും നടക്കുകയാണ്. രാവിലെ പുലർച്ചയോടെ തന്നെ അത്തരം കർമ്മങ്ങൾ ആരംഭിച്ചിരുന്നു. ഇന്ന് ക്രൈസ്തവ വിശ്വാസികളെല്ലാം തന്നെ വീടുകളിൽ അപ്പം മുറി അടക്കമുള്ള ചടങ്ങുകൾ നടക്കും. അതോടൊപ്പം തന്നെ ഇന്ന് കാൽകഴുകൽ ശുശ്രൂഷ വിവിധ പള്ളികളിൽ നടക്കുന്നുണ്ട്. അതിന്റെ ചടങ്ങുകൾ ഈ കുർബാനയ്ക്ക് ശേഷമാവും ഉണ്ടാകുക. അന്ത്യ അത്താഴത്തോടനുബന്ധിച്ച് അതിന്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ടുള്ള അന്ത്യ അത്താഴ ശുശ്രൂഷ അടക്കമുള്ള ചടങ്ങുകളും ഇന്ന് പള്ളികളിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിരവധി ഭക്തരാണ്, ആയിരക്കണക്കിന് ഭക്തരാണ് പെസഹ വ്യാഴവുമായി ബന്ധപ്പെട്ട പ്രത്യേക കുർബാനയിൽ പങ്കുചേരാനായി വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും പകർന്നു നൽകുന്ന ഊർജം അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങുകളാണ് ഈ കുർബാനയോട് അനുബന്ധിച്ച് നടക്കുന്നത്. അതിന് ശേഷമാണ് കാൽകഴുകൽ ശുശ്രൂഷ നടക്കുക. രോഹിണി, നടത്തിയ അന്ത്യ അത്താഴത്തിന്റെ സ്മരണയ്ക്കായി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും ആരാധനയും നടക്കും. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. യേശുക്രിസ്തു ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അന്ത്യ അത്താഴത്തിന്റെ സ്മരണയ്ക്കായി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും ആരാധനയും നടക്കുന്നു. ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീളും. കൊച്ചിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.